വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ജോയിന്റ് വെഞ്ചർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജോയിന്റ് വെഞ്ചറിനകത്ത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ജോയിന്റ് വെഞ്ചർ, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടേംസ്, ജോയിന്റ് വെഞ്ചർ ആരാണ്, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ റിയലി നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലോട്ടാണ് നമ്മൾ കടന്നു വന്നത് അല്ലേ. ആ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ ജോയിന്റ് വെഞ്ചർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഓരോ കോ ജോയിന്റ് വെഞ്ചറും ഈ പറയുന്ന ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത് അല്ലേ. അത് കഴിഞ്ഞ് അടുത്ത പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന ജോയിന്റ് വെഞ്ചറുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എൻറ്റയർ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് അല്ലെ. നിങ്ങളത് ഓരോ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാക്ടിക്കൽ സെക്ഷൻസ് ഓരോന്നിനകത്തും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്തേ പറ്റൂ അല്ലെ. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തെന്നായിരുന്നു ഈ കോ ജോയിന്റ് വെഞ്ചറർ ഈ ജോയിന്റ് വെഞ്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. പിന്നെ പഠിച്ചത് ഇതിന് വേണ്ടിയിട്ട് ഈ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല, പക്ഷേ ആ ജോയിന്റ് വെഞ്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോക്കകത്ത് നമുക്ക് അതിന്റെ ഒരു തേർഡ് പോർഷൻ ആണ് പഠിക്കാനുള്ളത്. ഈ പറയുന്നത് പോലെ ഓരോ കോ ജോയിന്റ് വെഞ്ചറും ഈ സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, കൂടാതെ നോക്കി, when venturer maintains a records of his own transaction, അതായത് കോ ജോയിന്റ് വെഞ്ചറുടെ ട്രാൻസാക്ഷനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പൊ എയും ബിയുമാണ് ജോയിന്റ് വെഞ്ചറേഴ്സ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എയുടെ കോ ജോയിന്റ് വെഞ്ചർ ആണ് ബി എന്ന് വിചാരിക്കുക. സോ നിങ്ങൾ എ ആണെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ എ ബി എന്ന് പറയുന്ന ജോയിന്റ് വെഞ്ചർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഈ ജോയിന്റ് വെഞ്ചറുമായിട്ട് കയറി വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ കാണിക്കുന്നുമില്ല. അതായത് കോ ജോയിന്റ് വെഞ്ചറുടെ ട്രാൻസാക്ഷൻസ് പോലും നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ഏത് മാത്രമേ കാണിക്കുന്നുള്ളൂ, കണ്ടോ, നമ്മുടെ ഓൺ ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇത് കണ്ടോ, ഇവിടെ മെമ്മോറാണ്ടം മെത്തേഡ് എന്നൊരു പേരും കൂടെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അതെന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എ ആണ്, നിങ്ങളും ബിയും തമ്മിൽ ഒരു ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് പകരമായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ബദലായിട്ട് ജോയിന്റ് വെഞ്ചർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായി? നമ്പർ 1. നമ്പർ 2, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ജോയിന്റ് വെഞ്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മളിവിടെ കാണിക്കുന്നുമില്ല. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നമ്മൾ കാണിക്കുന്നത് ഏത് മാത്രമാണ്, നമ്മുടെ ഓൺ ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ദാറ്റ് മീൻസ് എയും ജോയിന്റ് വെഞ്ചറുമായിട്ട് കയറി വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനകത്ത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഐഡിയയും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, എ ഓർ ബി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു ട്രേഡിംഗ് P&L അക്കൗണ്ട് പോലെ തന്നെ കണക്കാക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഈ പറയുന്ന കോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലോട്ട് വരാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം കൊണ്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, എ ആൻഡ് ബി ഡിസൈഡഡ് ടു വർക്ക്, ഒരു പേനയും ഒരു പേപ്പറും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പേനയും ഒരു പേപ്പറും ഒരു കാൽക്കുലേറ്റർ എടുത്ത് കൈ വയ്ക്കുക. സോ പ്രോബ്ലം കുറച്ചും കൂടെ അങ്ങ് എളുപ്പമാവും. So okay, A and B decide to work on joint venture for the sale of electronic motors. എയും ബിയും കൂടെ ജോയിൻ ചെയ്തത് ഈ ഇലക്ട്രോണിക് മോട്ടോഴ്സിന്റെ സെയിൽസിന് വേണ്ടിയിട്ടാണ്. On 21/5/2016 A purchased 200 electronic motors. കണ്ടോ, ഇവിടെ എ ആണ് പർച്ചേസ് ചെയ്യണേ, 200 മോട്ടോഴ്സ് ആണ് പർച്ചേസ് ചെയ്യണേ. 175 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യണേ? എയും ബിയും നമ്മളുടെ ജോയിന്റ് വെഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യണേ. സോ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? 200 × 175, 35,000 റുപ്പീസിനാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ആൻഡ് dispatched 150 motors to B, incurring 1000 as a freight and insurance charges. ഓക്കെ, അതായത് ഈ 200 മോട്ടോഴ്സ് വാങ്ങിച്ചതിനകത്ത് എ ബിക്ക് 150 മോട്ടോഴ്സ് കൊടുത്തു, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ ശ്രദ്ധിക്കേണ്ടത്, എയും ബിയും കൂടെ എ ബി എന്ന് പറയുന്ന ഒരു ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാ? എ ആണ്. എ 200 മോട്ടോഴ്സ് വാങ്ങിച്ചു, 175 രൂപയ്ക്ക് 35,000 രൂപ ചെലവായി. ഇതിനകത്ത് 150 മോട്ടോഴ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആർക്കാ? ബിക്കാണ് സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കണേ.
അങ്ങനെ കൊടുക്കാൻ നേരത്ത് നമുക്ക് എത്ര രൂപ ചാർജായി? 1000 രൂപ നമുക്ക് എക്സ്പെൻസ് ആയി. നമുക്കെന്ന് വെച്ചാൽ എക്ക് അല്ലേ, നമ്മളിപ്പോൾ എയുടെ പോയിന്റ് ഓഫ് വ്യൂലാ പറയണേ. സോ 1000 രൂപ എക്ക് എക്സ്പെൻസ് ആയി, ഫ്രൈറ്റ് ചാർജസ് ആയിട്ട്. കൂടാതെ ഓക്കെ 10 മോട്ടോഴ്സ് were damaged in transit. ഓക്കെ, അതായത് ഈ 150 കൊടുത്തതിനകത്ത് 10 മോട്ടോഴ്സ് ഡാമേജ് ആയി. ആ ഡാമേജ് ആയതിനകത്ത് ഇതുണ്ടോ 500 received by A from the insurance company in full settlement claim. സോ ആ 150 കൊടുത്തു. ആ 150 കൊടുക്കുന്ന നേരത്ത് നമുക്കൊരു 10 മോട്ടോഴ്സ് ഡാമേജ് ആയി. ആ ഡാമേജ് ആയ മോട്ടോഴ്സിന് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തു. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് എത്ര രൂപ കിട്ടി? 500 രൂപ കിട്ടി. ഓക്കെ, എയുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ചിന്തിക്കുക. 200 മോട്ടോഴ്സ് 35,000 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിനകത്ത് 150 മോട്ടോഴ്സ് ബിക്ക് കൊടുത്തു. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കണേ. ബിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന നേരത്ത് 1000 രൂപ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടായി. കൂടാതെ 10 മോട്ടോർ നമുക്ക് കേടുവന്നു. ആ കേടുവന്നതിന് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടിയത് 500 രൂപയാണ്. മനസ്സിലായി? ഇനി പറയുന്നത് നോക്കി. ആൻഡ് എ സോൾഡ് 50 മോട്ടോഴ്സ് അറ്റ് 225. മനസ്സിലായോ എത്രയായിരുന്നു? അതായത് ഈ 200 മോട്ടോഴ്സിനകത്ത് ബാക്കിയുള്ള 50 മോട്ടോഴ്സ് സെയിൽ ചെയ്തു. അത് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 225 രൂപ കിട്ടി ഓരോ മോട്ടറിനും. സോ എത്ര വരും? 50 × 225 11,250 ചെയ്ത മനസ്സിലായോ? ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. എ ആണ് വാങ്ങിക്കണേ. എ ഒരു മോട്ടറിന് 175 രൂപ നിരക്കിൽ 35,000 രൂപയ്ക്കാണ് മോട്ടോർ വാങ്ങിക്കണേ. ആ എ ബിക്ക് 150 മോട്ടോർ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു. 150 മോട്ടോർ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന നേരത്ത് 100 മോട്ടോർ കേടുവന്നു. അതിന് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് 500 രൂപ കിട്ടി. നമ്പർ 1. നമ്പർ 2, ബാക്കിയുള്ള 50 മോട്ടോർ എ സെയിൽ ചെയ്യുന്നത് 225 രൂപയ്ക്കാണ്. അതായത് എത്ര രൂപയ്ക്കാണ്? 11,250 രൂപയ്ക്കാണ്. ആൻഡ് കൂടാതെ ഹി റിസീവ്ഡ് 15,000 ഫ്രം ബി. ഒരു 15,000 രൂപ ആരിൽ നിന്നും കൂടെ കിട്ടിയിട്ടുണ്ട്? ബിയിൽ നിന്നും കൂടെ കിട്ടിയിട്ടുണ്ട്. 15,000 രൂപ ബിയിൽ നിന്ന് എക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് പറയാം. ആൻഡ് നീ പറഞ്ഞു നോക്കി. On 25/5/2017, B took delivery of motors and incurred the following expenses. അതായത് എ ബിക്ക് കൊടുത്തിരിക്കുന്ന മോട്ടോർക്ക് നമ്മൾ ഡെലിവറി ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ബിക്ക് ഉണ്ടായിരിക്കുന്ന ചാർജസ് ഏതൊക്കെയാണെന്ന് നോക്കി. 125 രൂപ ക്ലിയറിംഗ് ചാർജസ് ആയി. റിപ്പയറിംഗ് ചാർജസ് ആൻഡ് ഡാമേജ് ഫോർ 300 ആൻഡ് ഗോഡൌൺ റെന്റ് 600. ബി സോൾഡ് ദ ഇലക്ട്രോണിക് മോട്ടോഴ്സ് ആസ് ഫോളോസ്. അതായത് എ ബിക്ക് കൊടുക്കുന്ന നേരത്ത് ബി അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഓക്കെ എത്ര രൂപ ചെലവായി? ഒരു 125 രൂപ ക്ലിയറിംഗ് ചാർജസ് ആയിട്ട് പോയി. കൂടാതെ റിപ്പയറിംഗ് ചാർജസ് ആയിട്ട് ഒരു 300 പോയി. റിപ്പയർ ചാർജസ് ഫോർ ദ ഡാമേജ്ഡ് മോട്ടോഴ്സ് ഇൻ ട്രാൻസിറ്റ്. മനസ്സിലായി? ഒരു 10 മോട്ടോഴ്സ് ഡാമേജ് ആയി എന്ന് പറഞ്ഞു അല്ലെ. ആ ഡാമേജ് ആയ മോട്ടോഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് 300 രൂപ നമുക്ക് ചെലവായി. നമുക്കല്ല, ബിക്ക് ചെലവായി. കൂടാതെ ഗോഡൌൺ റണ്ണായിട്ട് ഒരു 600 റുപ്പീസും ചെലവായി. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ എ അത് സെയിൽ ചെയ്തായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എ 200 മോട്ടോഴ്സ് വാങ്ങിച്ചിട്ട് അതിനകത്ത് 150 മോട്ടോഴ്സ് ബിക്ക് സെയിൽ ചെയ്തു. ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബി ആണ് അത് സെയിൽ ചെയ്യേണ്ടത്. എ അത് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? പറയട്ടെ. ഇനി ബി അത് എത്രയൊക്കെ രൂപയ്ക്കാണ് സെയിൽ ചെയ്യണേ എന്നാണ് പറയണേ. സോ നോക്കി, 10 ഡാമേജ്ഡ് മോട്ടോഴ്സ് അറ്റ് 170. 150 മോട്ടോഴ്സ് എ ബിക്ക് കൊടുത്തതിനകത്ത് 10 മോട്ടോർ എത്ര രൂപയ്ക്കാണ്? ഡാമേജ് ആയ 10 മോട്ടോർ സെയിൽ ചെയ്യുന്നത് 170 രൂപയ്ക്കാണ് ബി സെയിൽ ചെയ്യണേ. കൂടാതെ 40 മോട്ടോഴ്സ് 40 മോട്ടോഴ്സ് 200 രൂപയ്ക്ക് സെയിൽ ചെയ്തു. ആൻഡ് 20 മോട്ടോഴ്സ് 20 മോട്ടോഴ്സ് 315 രൂപയ്ക്ക് സെയിൽ ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് വൺ 80 മോട്ടോഴ്സ് 80 മോട്ടോഴ്സ് 250 രൂപയ്ക്ക് സെയിൽ ചെയ്തു. മനസ്സിലായി? അവിടെ എയുടെ കൈവശമുള്ള 50 മോട്ടോഴ്സ് എത്ര രൂപയ്ക്കാണ് ചെലവാക്കിയത്? എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ബിയുടെ കൈവശം ബാക്കി 150 മോട്ടോഴ്സ് ഉണ്ട്. ആ 150 മോട്ടോഴ്സിനകത്ത് 10 മോട്ടോർ കേടായതുകൊണ്ട് അത് 170 രൂപയ്ക്ക് സെയിൽ ചെയ്തു. എത്ര വരും? 1,700 രൂപ വരും അല്ലെ. അടുത്തത് 40 മോട്ടോർ 200 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 8,000 റുപ്പീസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ 20 മോട്ടോർ 315 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. എത്ര വരും? 6,300 രൂപ വരും അല്ലേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ 80 മോട്ടോർ 250 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. 20,000 രൂപ വരും. സോ 20,000 പ്ലസ് 6,300 പ്ലസ് 8,000 പ്ലസ് 1,700. ടോട്ടൽ സെയിൽസ് എത്ര നടത്തിയിട്ടുണ്ട്? 36,000 റുപ്പീസിന്റെ സെയിൽസ് ബി നടത്തിയിട്ടുണ്ട്.
പറഞ്ഞ മനസ്സിലായല്ലോ. സോ ടോട്ടൽ 200 മെഷീൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രോബ്ലം വളരെ എളുപ്പമാണ്. ടോട്ടൽ 200 മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. 200 മെഷീൻ വാങ്ങിച്ചത് 35,000 രൂപയ്ക്ക് എ ആണ്. ഇതിനകത്ത് 50 മോട്ടോർ സെയിൽ ചെയ്തത് എ ആണ്. 225 രൂപ നിരക്കിൽ 11,250 രൂപ ഈ ജോയിന്റ് വെഞ്ചേഴ്സിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്തത് എ ആണ്. ഇതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ 10 ട്രാൻസിറ്റിനകത്ത് ലോസ് വന്നിട്ടുണ്ട്. അതിന് ഇൻഷുറൻസ് ക്ലെയിമായിട്ട് 500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബിക്ക് സെയിൽ ചെയ്തതിനകത്ത് അതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, എക്ക് എത്ര രൂപയുടെ ട്രാൻസിറ്റ് വന്നിട്ടുണ്ട്, ഫ്രൈറ്റ് വന്നിട്ടുണ്ട്. 1000 രൂപയുടെ ഫ്രൈറ്റ് എക്ക് വന്നിട്ടുണ്ട്. എക്ക് 1000 രൂപയുടെ ഫ്രൈറ്റ് വന്നിട്ടുണ്ട്. മനസ്സിലായി? ഇനി ബി അത് വാങ്ങിക്കാൻ നേരത്ത് ഇതുണ്ടോ, ബിക്ക് ഒരു 125 രൂപ, ഒരു 300 രൂപ, ഒരു 600 രൂപ ചെലവ് വന്നിട്ടുണ്ട്. ചെലവ് വന്നാലും ബിയുടെ കൈവശമുള്ള 150 മോട്ടോർ 36,000 രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. 36,000 റുപ്പീസിന് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നു നോക്കി. It is agreed that they are entitled to claim a commission of 10% on the respective sales affected by them, and that the profit and losses will be shared by A and B in the ratio of 2:1. സോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അവർ എത്ര രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത്, ആ സെയിൽ ചെയ്യുന്നതിന്റെ 10% അവർക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും. മനസ്സിലായോ? എ എത്ര രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത് അതിന്റെ 10% എക്ക് കമ്മീഷൻ കിട്ടും. ബി എത്ര രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത് അതിന്റെ 10% ബിക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും. കൂടാതെ ബാക്കി വരുന്ന പ്രോഫിറ്റ് എത്രയാണോ അത് അവർ ഏത് റേഷ്യോയിൽ വീതിക്കും, 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ വീതിക്കും. മനസ്സിലായി? ഇനി ബി റെമിറ്റ്സ് ടു എ ദ ബാലൻസ് മണി ഡ്യൂ ഓൺ 30th April 2014. അതായത് നമ്മൾ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞായിരുന്നു, ഈ പറയുന്ന എമൗണ്ടിനകത്ത് ആകെ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു 15,000 റുപ്പീസ് മാത്രം അല്ലേ. ഇതാണോ, ഈ റിസീവ്ഡ് 15,000 ഫ്രം ബി. അതായത് 150 മോട്ടോഴ്സ് കൊടുത്തതിനകത്ത് 1/4/2017 ആകെ 15,000 റുപ്പീസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാലൻസ് എമൗണ്ട് എത്രയാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ നോക്കി, ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം? നമ്മളിവിടെ എന്താ പഠിക്കണേ? സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. കൂടാതെ എന്തും ചെയ്യുന്നില്ല. ഈ പറയുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന നേരത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആരുടെ ബുക്സ് പ്രിപ്പയർ ചെയ്യാനാ? ബുക്സ് ഓഫ് എ ആൻഡ് ദ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. അതായത് എയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. കൂടാതെ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായി? എയുടെ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ജോയിന്റ് വെഞ്ചർ വിത്ത് ബി എന്ന് പറയുന്ന അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. കൂടാതെ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അതിന്റെ അല്ലെങ്കിൽ എയുടെ ബുക്സിലോട്ട് കിടക്കാം. കേട്ടോ, നോക്കി, മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിച്ചേ, നമുക്ക് സെയിൽസ് എഴുതാം. ഫസ്റ്റ് വൺ, അതായത് ടോട്ടൽ 200 മെഷീൻസ് ആണ്, അല്ലെങ്കിൽ 200 മോട്ടോഴ്സ് ആണ്. അതിനകത്ത് എ സെയിൽ നടത്തിയത് 11,250 രൂപയ്ക്കാണ്. കൂടാതെ ഒരു 500 രൂപ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടും കൂടെ കിട്ടും. ദാറ്റ് മീൻസ് എയുടെ സെയിൽസ് എന്ന് പറയുന്നത് എത്ര വരും? 11,750 രൂപ വരും അല്ലേ. അതായത് എ ആകെ 50 മോട്ടറാണ് സെയിൽ ചെയ്തത്. 50 മോട്ടോർ സെയിൽ ചെയ്തത് 11,250 രൂപയ്ക്കാണ്. കൂടാതെ ഒരു 10 മോട്ടോർ ഈ പറയുന്ന ഡാമേജ് വന്നതിന് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് നമുക്ക് ഒരു 500 രൂപ കിട്ടി. അങ്ങനെ ടോട്ടൽ എ മുഖേന ഉണ്ടായിരിക്കുന്നത് 11,750 റെസീപ്റ്റ് ആണ്. സെയിൽസ് അല്ല. സെയിൽസ് 11,250 ആണ്. റെസീപ്റ്റ് ആയിട്ട് വരുന്നത് 11,750 ആണ്. ഇനി ബി നോക്കി, ബി പല റേറ്റിലായിട്ടാണ് സെയിൽ ചെയ്യണേ. എല്ലാം കൂടെ ബിയുടെ സെയിൽസ് എന്ന് പറയുന്നത് എത്ര വരും? 36,000 വരും അല്ലെ. ബി ആദ്യം 100 അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള 10 എങ്ങനെയാണോ, പിന്നെ ഒരു 80. ദാറ്റ് മീൻസ് ആ പറയുന്ന 150 പല റേഞ്ചിലായിട്ടാണ് ബി സെയിൽ ചെയ്തത്. പക്ഷെ ബിയുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 36,000 റുപ്പീസ് വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഡെബിറ്റ് സൈഡ് എക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസുകളെ കുറിച്ചാണ് പറയുന്നത്. നോക്കി, കോസ്റ്റ് ഓഫ് മോട്ടോഴ്സ്, ആ 200 മോട്ടോർ വാങ്ങിച്ചത് 35,000 റുപ്പീസിനാണ് വാങ്ങിച്ചത് എ ആണ്. ഓക്കെ, ലൈക്ക് എ പർച്ചേസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ആയിട്ട് ഐ തിങ്ക് 1,000 റുപ്പീസ് എക്ക് ചിലവായിട്ടുണ്ട്. 18,000 അത് തെറ്റായിരുന്നു, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി. ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ആയിട്ട് 1,000 റുപ്പീസ് എക്ക് ചിലവായിട്ടുണ്ട്. കൂടാതെ കമ്മീഷൻ ആയിട്ട് എക്ക് എത്ര രൂപ കിട്ടാറുണ്ട്? കണ്ടോ, എയുടെ സെയിൽസ് എന്ന് പറയുന്നത് 11,250. അതിന്റെ 10% 1,125 രൂപ എക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടാണ്. അങ്ങനെ ടോട്ടൽ എക്ക് 37,125 രൂപ ഈ പറയുന്ന ജോയിന്റ് വെഞ്ചറിൽ നിന്ന് കിട്ടാനുണ്ട്. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? 35,000 റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്തത്. കൂടാതെ 1,000 റുപ്പീസ് നമുക്കുണ്ടായ ഫ്രൈറ്റ്, നമ്മൾ കാരണം ഉണ്ടായിരിക്കുന്ന സെയിൽസിന്റെ 10% 1,125 രൂപ കമ്മീഷൻ ആയിട്ട് കിട്ടാനുണ്ട്. ഇനി ബിയുടെ കേസ് നോക്കി,
ബിക്ക് ഉണ്ടായിരിക്കുന്നത് ക്ലിയറിംഗ് ചാർജസ് ആയിട്ട് ഒരു 125 രൂപ വന്നു. കൂടാതെ റിപ്പയേഴ്സ് ആയിട്ട് ഒരു 300, ഗോഡൗണിന്റെ റെന്റ് ആയിട്ട് ഒരു 600 രൂപ വരും. ആണോ? കൂടാതെ കമ്മീഷനായിട്ട് സെയിൽസ് കമ്മീഷനായിട്ട് നമുക്ക് എത്ര വരും? 3600 റുപ്പീസ് വരും. മനസ്സിലായി? അങ്ങനെ ടോട്ടൽ 4625 റുപ്പീസാണ് ആർക്ക് കിട്ടാനുള്ളത്? നമ്മുടെ ബിക്ക് കിട്ടാനുള്ളത്. ഓക്കെ, സോ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 47,750 രൂപ വരും. അതിൽ നിന്ന് ഇതാണോ നമ്മുടെ എക്സ്പെൻസ് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് 6000 റുപ്പീസ് വരും. ആ 6000 റുപ്പീസ് പ്രോഫിറ്റിനെ നമ്മൾ ഏത് റേഷ്യോയിലാണ് എയും ബിയും കൂടെ വീതിച്ചെടുക്കണേ? 2:1 എന്ന് പറയുന്ന രീതിയിലാണ് വീതിച്ചെടുക്കണേ. ദാറ്റ് മീൻസ് എയുടെ പ്രോഫിറ്റ് ആയിട്ട് 4000 വരും, ബിയുടെ പ്രോഫിറ്റ് ആയിട്ട് 2000 റുപ്പീസും വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നതാണ്. മനസ്സിലായി? ദാറ്റ് മീൻസ് രണ്ടുപേരുടെയും സെയിൽസ് എഴുതി, കൂടാതെ രണ്ടുപേർക്കും എത്രയൊക്കെയാണോ കൊടുക്കാനുള്ളത് ആ എമൗണ്ടുകളെല്ലാം എഴുതി. സോ നമുക്ക് എന്ത് എഴുതി? ഇതുണ്ടോ, എക്ക് 4000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടണം ആൻഡ് ബിക്ക് 2000 രൂപയുടെ പ്രോഫിറ്റ്. അങ്ങനെ ടോട്ടൽ 6000 പ്രോഫിറ്റിനെ 2:1 എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വീതിച്ചു. മനസ്സിലായി? ഇനി ചെയ്യേണ്ടത് എയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഒരു അക്കൗണ്ടും കൂടെ കാണിക്കണം, ജോയിന്റ് വെഞ്ചർ വിത്ത് ബി അക്കൗണ്ട്. മനസ്സിലായി? ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? ഈ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ കാണിക്കുന്നില്ല. എയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്താണെങ്കിൽ എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കി, ബൈ പർച്ചേസ് 35,000 റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഇവിടെ എ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ നിങ്ങൾ അത് മാത്രം കാണിച്ചാൽ മതി. സോ എ 35,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എക്ക് ഫ്രൈറ്റ് ആയിട്ട് ഒരു 1000 രൂപ ചിലവായിട്ടുണ്ട്. എക്ക് കമ്മീഷനായിട്ട് ഒരു 1225 രൂപ വരും. ആണോ? കൂടാതെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4000 രൂപ വരും. അങ്ങനെ ടോട്ടൽ എക്ക് ബിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടാനുണ്ട്? 41,125 രൂപ കിട്ടാനുണ്ട്. ബിയുടെ കയ്യിൽ നിന്നല്ല, ഈ പറയുന്ന ജോയിന്റ് വെഞ്ചറിൽ നിന്ന് കിട്ടാനുണ്ട്. എങ്ങനെയായിരുന്നു? 35,000 രൂപയുടെ പർച്ചേസ്, 1000 രൂപ ഫ്രൈറ്റ്, കമ്മീഷനായിട്ട് 1125 രൂപ വേണം. കൂടാതെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4000 രൂപ വരും. ഇനി എന്തൊക്കെയാണ് എക്ക് കിട്ടിയത് എന്നും കൂടെ നോക്കാം. ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് ഒരു 500 രൂപ കിട്ടി. എ സെയിൽ ചെയ്തിരിക്കുന്ന 50 മോട്ടറിന് 11,250 രൂപ കിട്ടി. മനസ്സിലായി? ഇനി എന്ത് വേണം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ബി എക്ക് ഒരു 15,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. ആ 15,000 റുപ്പീസും കൂടെ കൊടുക്കണം. ഓക്കെ, ബാലൻസ് ഫിഗർ 14,375 വരും. അത് ബി എക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ബാലൻസ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എയുടെ ഡീറ്റെയിൽസ് മാത്രമാണ് കാണിക്കുന്നത്. കണ്ടോ? ഇൻ ദ ബുക്സ് ഓഫ് എ ജോയിന്റ് വെഞ്ചർ വിത്ത് ബി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എയുടെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് കാണിക്കണേ. ഇവിടെ ബിയുടെ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് നമ്മൾ കാണിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നേ ഇല്ല. ഓക്കെ, സോ ഫസ്റ്റ് ഈ പറയുന്ന മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് കണ്ടോ, എ ചെലവാക്കിയത് എല്ലാ എമൗണ്ടുകളും എഴുതുക, അല്ലെങ്കിൽ എക്ക് കിട്ടേണ്ട എല്ലാ എമൗണ്ടുകളും ഇവിടെ എഴുതുക. ഓക്കെ, ഇനി എത്രയൊക്കെയാണ് കിട്ടിയെന്ന് എഴുതുക. ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കാനുള്ളതായിരിക്കും? ബി എക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആയിരിക്കും. സിറ്റുവേഷൻ മനസ്സിലായി? ഓക്കെ, സോ വൺസ് അഗൈൻ ജോയിന്റ് വെഞ്ചറിനകത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിച്ചത്. സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഏതാണ് ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞേ. ഇനി സെക്കൻഡ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, പക്ഷേ എല്ലാ ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡിംഗ് കോ വെഞ്ചറുടെ അടക്കം ട്രാൻസാക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നാണ് രണ്ടാമത്തെ പറഞ്ഞേ. ആൻഡ് നെക്സ്റ്റ് വൺ, ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? അങ്ങനെ ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ല, കൂടാതെ കോ ജോയിന്റ് വെഞ്ചറുടെ യാതൊരുവിധ ഡീറ്റെയിൽസും കാണിക്കുന്നില്ല. മനസ്സിലായി? ഈ ഒരു പ്രോബ്ലം ഉള്ളൂ, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മെമ്മോറാണ്ടം മെത്തേഡ് എന്ന് പറയുന്ന വേറൊരു മെത്തേഡായിട്ട് കാണാം. ബൈ.